അപ്പോ എങ്ങനെയായിരുന്നു മിമിക്രിയുടെ ഒരു സ്റ്റാർട്ടിങ്ങും ആരൊക്കെയാണ് അനുകരിക്കാറ്? ഞാൻ ചെറുപ്പം മുതലേ മിമിക്രി ചെയ്യുമായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ഇത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ആഗ്രഹങ്ങളായി തുടങ്ങി. കാരണം നമ്മൾ അന്ന് ആ സമയത്തൊന്നും ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഫേസ്ബുക്ക് ആട്ടെ അങ്ങനെയൊന്നും ചെറുപ്പം പ്രായത്തിലൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ CD ആണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കോട്ടയം നസീർ സാറും പിന്നെ അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ മനോജീനസൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം എങ്ങനെയെങ്കിലും അവിടെ എത്തണം. പക്ഷെ നമുക്ക് അതിനൊരു സോഴ്സ് ഇല്ലായിരുന്നു ആ സമയത്ത്. കാരണം നമുക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, കാരണം ഫാമിലി ആയിട്ടൊന്നും നമുക്ക് കലാകാരന്മാരായിട്ടൊന്നും. അങ്ങനെ ആഗ്രഹം തുടങ്ങിയതാണ്, ചെറുപ്പം പോലെ ഉള്ളതാണ്. അപ്പൊ ആരൊക്കെയാണ് അനുകരിക്കാറ്? ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ചാക്കോച്ചന്റെ ശബ്ദമാണ്. പിന്നെ അല്ലാതെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ചെയ്യും. പിന്നെ ചാക്കോച്ചന്റെ ശബ്ദത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറെയൊക്കെ നമ്മൾ പ്രാക്ടീസ് കുറച്ചിട്ടുണ്ടായിരുന്നു. ആരെല്ലാം പറഞ്ഞിട്ടുണ്ട് ചാക്കോച്ചന്റെ ലുക്ക് ഉണ്ടെന്ന്? കൂട്ടുകാർ വിളിക്കാറുണ്ട്. ചിലവര് കളിയാക്കിയാണെന്ന് എനിക്കറിയത്തില്ല. ചാക്കോച്ചനെ എന്റെ നല്ല ബെസ്റ്റ് കൂട്ടുകാർക്ക് വിളിക്കാറുണ്ട്. ചിലവരൊക്കെ എന്റെ പേര് സേവ് ചെയ്തേക്കും തന്നെ. ചാക്കോച്ചൻ. എന്തുകൊണ്ടാണ് ചാക്കോച്ചന്റെ ശബ്ദം സെലക്ട് ചെയ്യാൻ കാരണം? കാരണം ആളെന്ന് പറയുമ്പോ തന്നെ എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ അതൊക്കെ അല്ലേ പറയാറ്? അങ്ങനല്ല, നമുക്ക് ഒരുപാട് മിമിക്രിക്കാരുണ്ടല്ലോ ഇപ്പൊ, ഇഷ്ടം പോലെ മിമിക്രിക്കാരുണ്ട്. എവിടെ നോക്കിയാലും മിമിക്രിക്കാരാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ശബ്ദമൊക്കെ ചെയ്തു, പക്ഷെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പൊ നമുക്കൊരു വെറൈറ്റി വേണമല്ലോ. അപ്പോൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് പറഞ്ഞു ശബ്ദം കുറച്ച് മാച്ചാണ്. അങ്ങനെ ഞാൻ അത് വിശ്വസിച്ചില്ല. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കി. അപ്പൊ എനിക്ക് ആദ്യ സമയത്തൊന്നും എനിക്ക് അങ്ങനെ ഇതായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നി ചെറുതായിട്ടൊക്കെ ഓക്കെയാന്നൊക്കെ തോന്നി. ഇപ്പൊ മിമിക്രി വെച്ച് നോക്കുമ്പോ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ അത് എന്റെ ശബ്ദത്തിൽ സംസാരിക്കും, പക്ഷെ വേറൊരാളുടെ ശബ്ദത്തിൽ സംസാരിക്കാന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള ഒരു കാര്യമല്ലോ. അപ്പൊ അതെങ്ങനെ ആ ഒരു പ്രാക്ടീസും എങ്ങനെ? അത് നമ്മള് എന്താ വെച്ചാലേ, നമ്മള് മിമിക്രി എന്ന് പറയുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇപ്പം ചില ശബ്ദങ്ങൾ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്ത് നമ്മൾ അതിന്റെ മോഡുലേഷൻ പഠിക്കണം, അവരുടെ മാനരസങ്ങൾ പഠിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ ഞാൻ പത്തനംതിട്ടക്കാരനാണല്ലോ, ചാക്കോച്ചൻ ആലപ്പുഴക്കാരനാണല്ലോ. അപ്പൊ ഞങ്ങളുടെ സാങ്ങോട്ടൊക്കെ കുറച്ച് ഇതുണ്ടല്ലോ. അപ്പൊ ആ മോഡുലേഷനൊക്കെ ഏകദേശം അങ്ങനെ കിട്ടിയതാണ്. ഇപ്പൊ മാനറിസം പഠിക്കണം, മോഡുലേഷൻ പഠിക്കണം, പക്ഷെ അത് ഭയങ്കര നമ്മള് വേറൊരാളുടെ കാര്യം നമ്മൾ പഠിച്ചെടുക്കുകയാണല്ലോ. അപ്പൊ അതിന് കുറെ സമയം എഫേർട്ട് എടുക്കണ്ടേ? എടുക്കണം. അത് നമ്മള് എന്താ വെച്ചാല് കുറെ നേരം നമ്മളിപ്പോ ഒരു ദിവസം കൊണ്ട് ഒരെണ്ണം പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്ത് കുറെ സമയം എടുക്കും. അപ്പൊ ഈ ആ മോഡുലേഷൻ വരുത്താൻ വേണ്ടിയിട്ട് എടുത്തതില് ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്തായിരുന്നു? ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോച്ചൻ തന്നെയായിരുന്നു. ആളെ പോലെ ആവണം, ആളെ പോലെ ആകണമെന്നല്ല, ആടെ ശബ്ദങ്ങൾ ചെയ്യണം. ആളെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കൊരു ജാടയൊന്നും ഇല്ലാത്തൊരു നടനാണ്. ചാക്കോച്ചനെ ഇഷ്ടമാണ്. ഞാൻ പോയി കണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ലാലേട്ടന്റെ ഫാൻ ആണെങ്കിലും എനിക്ക് ചാക്കോച്ചനെ ഇഷ്ടമാണ്. കാരണം അന്ന് ഞാൻ ചെന്ന സമയത്ത് എന്നെ അജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനെ കൊണ്ടുപോയത്, ഗിന്നസ് പാട്ട് പാടി അജിത്ത് ഗിന്നസ്. അപ്പൊ ഞാൻ ചിലപ്പം അദ്ദേഹം കഴിക്കാനിരിക്കുമായിരുന്നു. ചെന്ന സമയത്ത് തന്നെ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നതല്ല, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ പുള്ളി എഴുന്നേറ്റിട്ട് എന്നോട് സംസാരിച്ചു. ഒരു താരജാടി ഒന്നും ഇല്ലാത്തൊരു നടനാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാളുടെ ശബ്ദം അനുകരിക്കുമ്പോ ഫസ്റ്റ് എന്തായാലും നമ്മള് ക്ലോസ് ആയ ആൾക്കാരാണല്ലോ കാണാം. അപ്പൊ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവരുടെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കാൻ പറയും. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയും, അല്ലെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറയും. അപ്പൊ നമ്മൾ അംഗീകരിക്കണം. ഇപ്പൊ ഞാനൊരു സൗണ്ട് ചെയ്തിട്ട് ഞാൻ ശരിയായിട്ടില്ലെങ്കിൽ അതൊരു കൂട്ടുകാരൻ പറയുമ്പോൾ നമ്മളത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം അത് ശരിയായിട്ടില്ല. അപ്പൊ നമ്മൾ ഓർക്കാം പിന്നെ അത് ശരിയാ. അങ്ങനല്ല, ഇപ്പൊ ഞാനൊരു ശബ്ദം ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ പോലും അത് ശരിയായിട്ടില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കണം.